മഹാഗുരു ശരണം. മാർച്ച് 19 രണ്ടാമത്തെ വീഡിയോ ആണ് ഇടുന്നത്. എന്നെ കാണുകയും കേൾക്കുന്ന എല്ലാവർക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം. അതിൽ ചിലത് സങ്കടകരമായ ചില അനുഭവങ്ങൾ വരുന്നതാണ് ഞാനിതിൽ പറയുന്നത്. കാര്യം ഞാൻ ബാങ്കിലായിരുന്നു. ഇപ്പോൾ ബാങ്കിൽ ജോലിയാണെങ്കിൽ 1.5 ലക്ഷത്തോളം രൂപ ശമ്പളം വാങ്ങിച്ച് ജോലി ചെയ്യേണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എന്തുകൊണ്ട് ഇത് പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സാമ്പത്തിക നേട്ടത്തിനാണ് ഞാനിത് ചെയ്യുന്നതെങ്കിൽ എനിക്ക് ബാങ്കിലെ ഉദ്യോഗം തുടർന്നാൽ മതിയായിരുന്നു. അത് തുടരാത്ത എന്താണെന്ന് വെച്ചാൽ, അത് കഴിഞ്ഞു 28 വർഷം സർവീസായി. 28 വർഷം കഴിഞ്ഞ് നമുക്ക് ഫുൾ പെൻഷൻ കിട്ടും എന്നുള്ളത് കൊണ്ട് ഞാൻ അതിൽ നിന്ന് VRS എടുത്തു. അത് കഴിഞ്ഞ് എൻ്റെ മേഖല വേറെയാണെന്ന് കണ്ടു. ആ യൂണിവേഴ്സ് ഇപ്പോൾ ഇതുവരെയും എന്നെ എത്തിച്ചിട്ടുണ്ട്. പലരോടും സംസാരിക്കുമ്പോൾ, ഇന്നിപ്പോൾ ഒരു ചേച്ചിയോട് ഞാൻ സംസാരിച്ചു. തെക്കൻ ജില്ലയിലുള്ള ഒരു ചേച്ചിയാണ്. ചേച്ചിയോട് വിളിച്ച് ഞാൻ കാര്യങ്ങൾ, അപ്പം ചേച്ചിയുടെ മെസ്സേജ് കണ്ട്, ഇന്നത്തെ മെഡിറ്റേഷൻ കണ്ട്, അവർ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണെന്ന് കണ്ടുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഉടനെ തന്നെ പറയുന്നത്, എന്താണ് ഇത് പറഞ്ഞ്, ഞാൻ ആദ്യമേ എഴുതി അയച്ചതാണല്ലോ, നോക്കിയില്ലേ എന്നാണ് ചോദിക്കണത്. ഇത് ആരോട് ചോദിക്കുന്നു? ഇത് ആവശ്യൻ്റെത് എന്താണ്? എൻ്റെതാണോ ഇത് ആവശ്യം? ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ പരീക്ഷയല്ലേ എഴുതുന്നത്, ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനോ, അല്ലെങ്കിൽ ചേച്ചി അയച്ചു തന്ന നോട്ട്സ് നോക്കിയിട്ട് പരീക്ഷയല്ലേ എഴുതുന്നത്, അതുകൊണ്ട് കൂടുതൽ സംസാരിക്കേണ്ട, നിർത്താന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കട്ട് ചെയ്തു. ഞാൻ അങ്ങോട്ട് വിളിച്ചതാണ്. ഇതാണ് ഞാൻ ദക്ഷിണയൊന്നും വാങ്ങിക്കാത്ത ആളാണെന്ന് തോന്നുന്നു. ഇതാണ് ഞാൻ ദക്ഷിണ വേണ്ടാന്ന് പറയുന്നത്. ദക്ഷിണ തരുമ്പോൾ ഞാൻ ദക്ഷിണ തന്നിട്ടല്ലേ സംസാരിക്കുന്നത്, തനിക്ക് സംസാരിച്ചാൽ എന്താന്നുള്ള മനോഭാവം വരും. ദക്ഷിണ കൊണ്ടെല്ലാം സാധിക്കുമെങ്കിൽ ദക്ഷിണ കൊടുത്ത് സാധിക്കാൻ പറ്റുന്നിടത്ത് സാധിക്കുക. ഞാൻ അത്തരക്കാരനായ ഒരാളല്ല. അതുപോലെ ഇന്ന് രാവിലെ ഒരു വ്യക്തി ഇത് ചെയ്തപ്പോഴത്തേക്കും കോണ്ടാക്ട് ചെയ്തപ്പോൾ, അത് വീഡിയോ ഇടുമ്പോഴൊക്കെയാണ് കോള് വരുന്നത്. വീഡിയോ അപ്ലോഡ് ആകുന്നില്ല. ആ വീഡിയോ അപ്ലോഡ് ആകാൻ എത്ര ടൈം പിടിച്ചു എന്നറിയാം. ആ കോള് വരുമ്പോഴത്തേക്കും അത്രയും തടസ്സം വരികയാണ്. അപ്പൊ ആ വ്യക്തി എല്ലാവരോടും 21 ദിവസത്തിനുള്ളിൽ റിസൾട്ട് കിട്ടും തുടങ്ങുമെന്നാണ് ഞാൻ പറയണത്. ഒന്നും 21 ദിവസം ഒന്നും ഞാൻ പറയുന്നില്ല. ദയവ് ചെയ്ത് മനസ്സിലാക്കുക. ആരെങ്കിലും 21 ദിവസത്തിൽ എല്ലാം കൂടി ശരിയാകുമെന്ന് വിചാരിച്ചാണ് ഇത് ചെയ്യണമെങ്കിൽ ഇപ്പൊ നിർത്തുക, തുടരേണ്ട കാര്യമില്ല. നിങ്ങൾ വേറെ ആരെങ്കിലും ആൾക്കാരെ കണ്ടിട്ട് പ്രതിവിധികൾ ചോദിച്ചിട്ട് അതാത് ക്ഷേത്രങ്ങളിലോ എവിടെയാണെന്ന് വെച്ചാൽ പോയി ചെയ്യുക. ഞാൻ പറയുന്നതിന് ഇത് 21 ദിവസം എന്ന് പറയുന്ന ടാർഗറ്റ് ഇല്ല. ദയവ് ചെയ്ത് മനസ്സിലാക്കുക. 21 ദിവസത്തിനുള്ളിൽ റിസൾട്ട് കിട്ടിത്തുടങ്ങും എന്നാണ് ഞാൻ ഓരോരുത്തരോടും പറയുന്നത്. ഇന്നിപ്പോൾ 10-12 പേരോട് ഇന്ന് ഞാൻ സംസാരിച്ചു. പല ആൾക്കാരോടും, ചില ആൾക്കാരോട് വീഡിയോ കോൾ ചെയ്ത്, ചില ആൾക്കാരെ ഫോൺ ചെയ്ത്. പക്ഷേ ദയവ് ചെയ്ത് മനസ്സിലാക്കുക, എന്നോട് സംസാരിക്കുമ്പോൾ എന്നെ ഒരു കുടുംബത്തിലെ അംഗമായിട്ട് കണ്ടിട്ട് ആട്ടിപ്പായിക്കണ രീതി ദയവ് ചെയ്ത് സംസാരിക്കരുതെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുക. പ്രത്യേകിച്ച് ആ കന്യാകുമാരി ജില്ലയാണെന്ന് ആദ്യം പറഞ്ഞ് പിന്നെ വേറെ സ്ഥലം പറഞ്ഞ് ഇപ്പൊ 3ാമത്തെ സ്ഥലമാണ് ആ ചേച്ചി പറയണത്. നിൽക്കുന്ന സ്ഥലം ഏതാണെന്ന് പോലും തീർത്തും പറയാണ്ട് ഇങ്ങനെയൊക്കെയാണ് സാത്വികമായിട്ട് എൻ്റെ അടുത്ത് പെരുമാറുന്നതെങ്കിൽ ഉപകാരം ചെയ്യാനായിട്ട് വിളിച്ചത്. ദക്ഷിണ പോലും വാങ്ങിച്ചിട്ട് വിളിച്ച ആളല്ല. ഇന്ന് ഇൻഡ്യൂഷൻ കണ്ടിട്ട് വിളിച്ച ആളോട് ചേച്ചി ഇങ്ങനെയാണ് പെരുമാറുന്നത്, ഇങ്ങനെ പെരുമാറുന്ന ആൾക്കാരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് തന്നെ ഇത് ചെയ്യരുത്. ഞാൻ പ്യൂർ വെജിറ്റേറിയൻ കഴിക്കുന്ന ഒരാളാണ്. എൻ്റെ ടെമ്പർ കൂട്ടുന്ന രീതി ദയവ് ചെയ്ത് ആരും സംസാരിക്കരുത്. ഇങ്ങനെയാണെങ്കിൽ ഇന്നത്തെ കൊണ്ട് ഞാൻ നിർത്താം. എനിക്ക് അതേ പറയാനുള്ളൂ. എനിക്കിത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നെ സ്ഥിരം കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവരുടെ കാര്യങ്ങൾ മാത്രം ചെയ്തിട്ട് ഞാൻ തൃപ്തിയോടെ ഇരിക്കാം. പിന്നെ അബാക് മീഡിയയിൽ പോയിട്ട് അവിടെ ഇന്റർവ്യൂ ചെയ്യാം. അതേ എനിക്ക് നിവൃത്തിയുള്ളൂ. അല്ലാണ്ട് ഈ ആൾക്കാരുടെ ഭരിപ്പീര് കാണാനായിട്ട് ദയവ് ചെയ്ത് എനിക്ക് അതിനുള്ള സമയവും ഇല്ല, അതിനുള്ള ആരോഗ്യവും ഇല്ല. ദയവ് ചെയ്ത് മനസ്സിലാക്കുക. ഇങ്ങനത്തെയുള്ള വാക്കുകൾ പ്രയോഗിച്ചുകൊണ്ട് എന്നെ കൊണ്ട് ഇത് നിർത്തിക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക. കാര്യം ആരും വിളിക്കാഞ്ഞിട്ടല്ല, ആരും വിളിക്കാനില്ലാഞ്ഞിട്ടല്ല ഞാൻ ഓരോരുത്തരെയും കോണ്ടാക്ട് ചെയ്യുന്നത്. 100ഓളം പേരെ ഇനിയും കോണ്ടാക്ട് ചെയ്യാനുണ്ട്. ദക്ഷിണദന്ത 12 പേരെ ഇനിയും കോണ്ടാക്ട് ചെയ്യാനുണ്ട്. ഇന്നും ചെയ്തിട്ട് ബാക്കിയുള്ളവരുടെ പ്രശ്നം തീർക്കാം. അത്യാവശ്യക്കാരുടെ പ്രശ്നം തീർത്തിട്ട് അവരുടെ സമയ സൗകര്യം നോക്കി അവരെ വീഡിയോ കോൾ വിളിച്ച് സമാധാനത്തോടെ സംസാരിക്കാമെന്ന് വെച്ചാണ് കുറേ പെൻഡിങ് ഉള്ളത് ഞാൻ തീർക്കുന്നത്. അപ്പോൾ ഈ രീതിയിലുള്ള സംസാരമാണെങ്കിൽ എങ്ങനെ ജീവിതത്തിൽ രക്ഷപ്പെടും? എനിക്ക് ഇൻഡ്യൂഷൻ കിട്ടിയിട്ട് ഞാൻ വിളിക്കുന്നതാണ്. വിളിച്ചിട്ട് സംസാരിക്കുമ്പോൾ ഇതുപോലെ മുഖത്തടിച്ച പോലെയാണ് എന്നോട് സംസാരിക്കുന്നതെങ്കിൽ ശരിക്കും ഞാൻ ആ നമ്പർ ബ്ലോക്ക് ചെയ്യേണ്ടതാണ്. ചെയ്തില്ല ഞാൻ. ചിലരുടെ നമ്പർ ബ്ലോക്ക് ചെയ്യാറുണ്ട്. ഇപ്പൊ ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹവും തെക്കൻ ജില്ലയിലുള്ള ഒരാളാണ്. അദ്ദേഹം വിളിച്ചപ്പോൾ ഞാൻ ലളിതമായ പരിഹാരങ്ങൾ പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, സാറേ ഞാൻ ഒരു ജോലി ചെയ്യുന്നുണ്ട്, അതിൽ ശമ്പളം കിട്ടുമ്പോഴത്തേക്കും ഞാൻ ദക്ഷിണ അയക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ദക്ഷിണ അയക്കണമെന്ന് നിർബന്ധമില്ല, നിങ്ങൾ രക്ഷപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞ്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം കുറെ വോയിസ് നോട്ടുകൾ എനിക്ക് അയച്ചു തന്നിരിക്കുക. എന്നിട്ട് പറയാണ്, സാറേ ഞാനിത് വേറൊരു ജോത്സ്യന്റെ അടുത്ത് കൺസൾട്ട് ചെയ്തു. 6 ജന്മം മുമ്പ് ഞാനൊരു സഹോദരിനെ കൊന്നതായിട്ട് പറഞ്ഞ് അതിന്റെ പാപമാണ് ഞാൻ അനുഭവിക്കുന്നത്. അപ്പൊ അതിന് കുറെ പ്രതിവിധികൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് ചെയ്യുന്ന സാറ് പറഞ്ഞത് വെച്ച് നടക്കുകയല്ല. ഞാൻ പറഞ്ഞു ചെയ്തോളാൻ പറഞ്ഞിട്ട് ബ്ലോക്ക് ചെയ്ത് ഞാൻ ആ കോണ്ടാക്ട്. കാര്യം അവരങ്ങനത്തെ
പണ്ടത്തെ കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്ത പാപങ്ങളുടെ പരിഹാരങ്ങൾ ചെയ്ത് ഓരോ സ്ഥലങ്ങൾ തേടിപ്പോട്ടെ. എനിക്കറിയില്ല, എൻ്റെ ഗുരു അത് പഠിപ്പിച്ചിട്ടില്ല. എൻ്റെ ഗുരു ഇപ്പോൾ എങ്ങനെ അവർക്ക് ലളിതമായിട്ട് അവരുടെ കാര്യങ്ങൾ തീരാൻ എന്തായിട്ട് പരിഹാരം പറയാമെന്ന് പറഞ്ഞ വിദ്യ മാത്രമേ എൻ്റെ ഗുരു പഠിപ്പിച്ചിട്ടുള്ളൂ. പല ജന്മങ്ങളിൽ പോയി ആ ജന്മത്തിൽ ആരെ കൊന്നു, അവരിപ്പോൾ ഏത് ജന്മം എടുത്തു, അതൊന്നും എനിക്കറിയില്ല. ദയവ് ചെയ്ത് അത്രയും അറിവില്ല. ഞാനൊരു പ്രൊഫഷണൽ ആസ്ട്രോളജർ അല്ല. അതാണെന്ന് വിചാരിച്ച് ആരും ദയവ് ചെയ്ത് കോണ്ടാക്ട് ചെയ്യരുത്. എനിക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതി സംസാരിക്കാതെ, അത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കും. എനിക്കിഷ്ടമല്ല അത്. ഞാൻ സത്യമുള്ള കാര്യം പറയാല്ല. ഞാൻ എല്ലാവരോടും തുറന്ന് സംസാരിക്കുന്ന ഒരാളാണ്. ഒരാളെ ഭരിക്കുന്നതോ തിരിച്ചു ഭരിക്കുന്നതോ, ഞാൻ എല്ലാവരോടും സംസാരിക്കുമ്പോൾ അവരുടെ ഒരു സഹോദരനോ അവരുടെ ഒരു അമ്മാവനോ അവരുടെ ഒരു വീട്ടിലെ ഒരാളോ ആ ഒരു സ്വാതന്ത്ര്യത്തോടെയാണ് സംസാരിക്കുന്നത്. നിങ്ങളുടെ എന്ത് കാര്യങ്ങളുണ്ടോ എല്ലാം ശരിയാകും, നമുക്ക് ശരിയാക്കാം. ഒരു ആത്മവിശ്വാസത്തോടെ ഇത് ചെയ്യുമ്പോൾ ആ ചേച്ചിയുടെ സംസാരം എനിക്ക് വളരെയധികം അരോചകമായിട്ട് തോന്നി. അതിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ദയവ് ചെയ്ത് അങ്ങനെയുള്ള ഒരു കോണ്ടാക്ട് ചെയ്യാണ്ടിരിക്കുക. നിങ്ങൾ വെറുപ്പിക്കൽ സ്വഭാവമാണെങ്കിൽ വെറുപ്പിക്കലുമായിട്ട് മുന്നോട്ട് പോവുക. എന്നെ കോണ്ടാക്ട് ചെയ്യരുത്. ഞാനൊരു പ്യുവർ വെജിറ്റേറിയൻ മനുഷ്യനാണ്. എൻ്റെ സ്വഭാവത്തിൽ സ്വാത്വികതയാണ്. അതുകൊണ്ട് എൻ്റെ മനസ്സിനെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ ആരെന്ത് മെസ്സേജ് അയച്ചാലും ചിലപ്പോൾ ഞാൻ വായിച്ചു കാണും. നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് ചോദിക്കും. അത് ചോദിക്കുന്നതിന് ഒരു കാരണമുണ്ടെന്ന് മനസ്സിലാക്കുന്നേ. ഇല്ലെങ്കിൽ എൻ്റെ ആവശ്യം തന്നോട് പറയാൻ മനസ്സില്ല എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തോ. ഞാൻ അയച്ചു തന്നത് വായിച്ചില്ലെന്ന് ചോദിക്കണതിൻ്റെ കാര്യം എന്താ? ആരുടെയാണ് ആവശ്യം? എൻ്റെയാണ് ആവശ്യം. ഇങ്ങനെയൊന്നും ചെയ്യല്ലേ. ഇങ്ങനെയാണെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ ഞാനിത് നിർത്തിയെന്ന് വരും. എനിക്ക് കുറച്ച് എനർജി കണക്ഷനുള്ള കുറേ നമ്പറുകളുണ്ട്. അവരുടെ മാത്രം വെച്ചിട്ട് ബാക്കിയുള്ളവരുടെ ഞാൻ നിർത്തും, വേണ്ടാന്ന് വെക്കും. മനസ്സിലായോ? നമ്മൾ നോക്കിയിട്ട് ശ്രീബുദ്ധനൊക്കെ നോക്കിയിട്ട് പോലും നന്നാകാത്ത നാടാണ്. മഹാത്മാഗാന്ധി നോക്കിയിട്ടൊന്നും നടക്കാത്തതാണ്. പിന്നെയാണ് ഈ ശ്രീനിവാസ പൈ നോക്കിയിട്ടൊന്നുമല്ല. പക്ഷെ ശ്രീനിവാസ പൈയുടെ എല്ലാവരും എല്ലാവരും രക്ഷപ്പെടണമെന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒരു സേവന പ്രവർത്തനമാണ്. മനസ്സിലായോ? പക്ഷെ അതിനെ മിസ്യൂസ് ചെയ്യാൻ ആരെങ്കിലും ചെയ്ത് ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാർമ്മിക അവരനുഭവിക്കും. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. എനിക്ക് ആരെയും ചൂഷണം ചെയ്യാനോ ആരുടെ അടുത്തുനിന്നും പൈസ വാങ്ങിക്കാനുള്ള ഉദ്ദേശം എനിക്കില്ല. അതാണ് ആരും ദക്ഷിണ പോലും അയക്കരുതെന്ന് ഇന്നലെ എൻ്റെ തന്നെ വളരെ ബന്ധപ്പെട്ട ഒരാൾ ഇന്നലെ രാത്രിയിൽ ഇതിന് വന്നപ്പോൾ ചേട്ടൻ ഇന്നിട്ട് വീഡിയോയിൽ പരസ്പര പൂരകമല്ലാത്ത കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് ചേട്ടൻ ദക്ഷിണയൊന്നും അയക്കണ്ട എന്ന് പറയുന്നുണ്ട്. പിന്നെ ചേട്ടൻ പറയുന്നത് കാശ് എല്ലാവർക്കും ആവശ്യമുണ്ട്, കാശ് ആർക്കും കഴിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞാണ്, എനിക്കും കാശ് ആവശ്യമുണ്ട്. കാശ് ആവശ്യമില്ലാത്ത ആരുമില്ല. ഇപ്പോൾ അംബാനി അഡാനിയോട് ചോദിച്ചാലും അവരും IPO ഇറക്കുന്നുണ്ട്. എനിക്കൊരു സ്ഥാപനം ഇല്ലാത്തതുകൊണ്ട് ഞാൻ IPO ഇറക്കുന്നില്ല. എനിക്കും സാമ്പത്തിക ആവശ്യമുണ്ട്. ലക്ഷ്മി ദേവി എന്ന് പറയണത് ഞാൻ ആർക്ക് കിട്ടിയാലും കഴിക്കുകയില്ല. മനസ്സിലായി? ആർക്ക് കിട്ടിയാലും ലക്ഷ്മി ദേവി എത്ര കിട്ടിയാലും മനുഷ്യന് വേണ്ട എന്ന് പറയുന്ന ഒരു കാര്യം സമ്പത്ത് മാത്രമേ ഉള്ളൂ. ആഹാരം പോലും മനുഷ്യൻ വേണ്ട എന്ന് പറയും. കാശ് എത്ര കൊടുത്താലും സ്വർണ്ണ നാണയങ്ങൾ എത്ര കൊടുത്താലും വാരി ഇങ്ങനെ കൂട്ടും. കുരങ്ങ് ഇങ്ങനെ ആഹാരം വാങ്ങിച്ചു ഒരു കയ്യിലൊരു പഴം കാണുമ്പോൾ അടുത്ത കൈ വാങ്ങിക്കും. പിന്നെ കൊടുക്കുമ്പോൾ അത് താഴെ വെച്ച് അടുത്തത് വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ആ കുരങ്ങ് വാങ്ങിക്കുന്ന ആഹാരത്തെ പോലെ എത്ര കിട്ടിയാലും മനുഷ്യൻ വാങ്ങിക്കും. പക്ഷേ എൻ്റെ എനിക്ക് കിട്ടിയ ഒരു കഴിവ് വരുമാന മാർഗമായിട്ട് തുടരാനായിട്ട് എനിക്ക് ആഗ്രഹമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് പണത്തിൻ്റെ ആവശ്യം ഉണ്ടാവും. അതിന് ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യും. FD ഇടുകയോ അല്ലെങ്കിൽ കിട്ടിയത് ഷെയറിൽ ഇടുകയോ അങ്ങനെ എന്തെങ്കിലും ഞാൻ ചെയ്യും. അതിന് വേറെ ഞാൻ ചെയ്തോളാം. ഇത് ഞാൻ വരുമാന മാർഗത്തിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇറക്കുന്നതെന്നോ അതാണ് പറഞ്ഞത്. വീഡിയോയിലെ പോലും ആ മോണിറ്ററി ബെനിഫിറ്റ് ഞാൻ വാങ്ങിക്കുകയല്ല. അതെൻ്റെ ഒരു ഇതാണ്. അതുപോലും ഈ അറിവ് അതിനുപോലും മിസ്യൂസ് ചെയ്യരുതെന്നുള്ള നിർബന്ധ ബുദ്ധിക്കാരനാണ് ഞാൻ. അതുകൊണ്ടാണ് വരുമാനം ഇത് വേണ്ടാന്ന് പറയുന്നത്. പിന്നെ ചിലർക്ക് ഞങ്ങൾ തരുന്ന ദക്ഷിണ അത് ഞാൻ അമ്പലത്തിൽ കൊടുക്കും. ഇത് ഒരു കാര്യം പറയാം, ആരും തരുന്ന ദക്ഷിണ വെച്ച് ഞാൻ മുറുക്കുന്നില്ല, സിഗരറ്റ് വലിക്കുന്നില്ല, കള്ളു കുടിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. പല കാര്യങ്ങൾ പലയിടത്ത് പല രീതി ചെല്ലുന്നുണ്ട്. ചിലരുടെ അടുത്ത് ലോട്ടറി എടുക്കും, ചിലത് അമ്പലങ്ങളിൽ ചിലവാക്കും. അതൊക്കെ എൻ്റെ ഇഷ്ടം. അതാരെയും ബോധിപ്പിക്കേണ്ട കാര്യവും എനിക്കില്ല. അത് എനിക്കുണ്ട്. ഓരോരുത്തർ തരുന്ന കാര്യത്തിന് എനിക്ക് വ്യക്തിപരമായിട്ട് ചിലവാക്കുന്നത് തീർത്ഥയാത്രയ്ക്ക് പോകുമ്പോൾ ഞാൻ ചിലവാക്കും. അത് ഓരോരുത്തരുടെ ചിലവിലാണ്. തീർത്ഥയാത്രയ്ക്ക് പോകുമ്പോൾ ചിലവാക്കും. ചിലപ്പോൾ എൻ്റെ മരുന്ന് വാങ്ങിക്കാൻ ചിലവാക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ ആരോഗ്യപരമായ കാര്യങ്ങൾ ഇതിൽ ന്യൂട്രലൈസ് ആകുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് അത് ചിലവാക്കുന്നത്. പക്ഷെ ബാക്കിയുള്ളവരെന്തിനാണ് ഞാൻ എന്ത് ചിലവാക്കണ പൈച്ചേട്ടൻ എങ്ങനെ അല്ലെങ്കിൽ ശ്രീനിവാസ സാർ എങ്ങനെ കാശ് ചിലവാക്കും, നമ്മൾ ദക്ഷിണ കൊടുത്താൽ എന്തിനാ ആലോചിക്കണത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ തരാണ്ടിരിക്കുകയല്ലേ നല്ലത്. ഇനി ഞാൻ നേരിട്ടുള്ള ബ്ലെസ്സിങ് പോലും നിർത്താനായിട്ടാണ് ശ്രമിക്കുന്നത്. കാര്യം നേരിട്ട് ബ്ലെസ്സിങ് നടത്തുമ്പോൾ കാശ് വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ പലർക്കും ബുദ്ധിമുട്ടോ, നമ്മൾ കാശ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങൾക്ക് ചിലവാക്കാൻ ബുദ്ധിമുട്ടാകുമല്ലോ എന്ന് പലർക്കും തോന്നിത്തുടങ്ങിയെന്ന് എനിക്ക് ഫീലായി തുടങ്ങിയപ്പോൾ. അതുകൊണ്ട് അതും ഇനി ഒരു സുപ്രഭാതത്തിൽ ചിലപ്പോൾ ഞാൻ നിർത്തിയെന്ന് വരും. അടുത്ത സാമ്പത്തിക വർഷം തൊട്ട് നേരിട്ടുള്ള ബ്ലെസ്സിങ് പോലും നിർത്താനാണ് ആലോചന. ഇന്ന് കിട്ടിയ ഇൻഡ്യൂഷൻ അതാണ്. കാര്യം നമുക്ക് നന്നാക്കാൻ പറ്റുകയില്ല. ഓരോരുത്തരുടെ കാർമ്മികം അവരനുഭവിച്ചേ തീരുള്ളൂ. അത് നമ്മളോട് നേരിട്ട് സംസാരിക്കുമ്പോഴാണെങ്കിലും ഫോണിലൂടെ സംസാരിക്കുമ്പോഴാണെങ്കിലും മെസ്സേജ് ഇട്ട് സംസാരിക്കുമ്പോഴാണെങ്കിലും ഓരോ കാർമ്മികം വാങ്ങിച്ചു വെക്കുന്നത്
അവരുടേതായ ലോകത്തിരുന്നുകൊണ്ട് അവരായിട്ട് ചിന്തിച്ചുണ്ടാക്കുന്നത് അവരുടെ കർമ്മികൾ അവരനുഭവിക്കണം. ഞാൻ നോക്കിയാൽ മാറ്റാൻ പറ്റുകയില്ല. അതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ കൂടുതൽ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ സംസാരിക്കരുതെന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് എന്നെ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ജീവിതത്തിൽ എല്ലാ നന്മകളും വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സങ്കല്പം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസ പൈ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ആൾ.